ജെന്റിൽമാൻ പൊളിറ്റിക്സ് എന്നൊരു വിധമുണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ് ഉണ്ട്. കട്ടിമീശയായി ഈരി വെച്ച മുടിയുമായിട്ട് സുന്ദരനായ അലക്കി തേച്ച ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടിട്ട് വളരെ നീറ്റായ ഒരു മനുഷ്യൻ. സംസാരത്തിലും ആ ഒരു നീറ്റ്നെസ് ഉണ്ട്. ഉപയോഗിക്കുന്ന വാക്കുകളിൽ പ്രതിപക്ഷ ബഹുമാനമുണ്ട്. കുറച്ചധികം മര്യാദ കൂടിപ്പോയോ? എനിക്ക് കട്ടി അത്ര മീശയുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയ കുടുംബം ആണ്, ഒരു തറവാടാണ്. അപ്പോൾ പ്രത്യേകിച്ച് വാച്ച് ചെയ്തും കണ്ടിട്ടുള്ളൂ, അച്ചാച്ചനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അസംബ്ലിക്കകത്ത് രൂക്ഷമായ വളരെ പവർഫുള്ളുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവിടെ നിലപാടെടുത്തുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കും. അവിടെ എപ്പോഴും ഒരു ലൈനുണ്ട്. നമ്മുടെ ആൾക്കാരോട് സംസാരിക്കും, ഇടപെടലുകൾ സംസാരിക്കും. കേട്ട് നോക്കും, ഇത്രയും 55 വർഷമായിട്ട് എവിടെയെങ്കിലും ആ ലൈൻ വിട്ട് ആരെയെങ്കിലും പേഴ്സണലായിട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്ത് അത്രയും വലിയ രാഷ്ട്രീയ ശത്രുവായിരിക്കാം, ഏറ്റവും നമ്മളെപ്പറ്റി മോശം പറഞ്ഞു. എന്തിനാണ് എൻ്റെ ചാച്ചനെ പറ്റി പറഞ്ഞതും മക്കളെ പറ്റി പറഞ്ഞതും എന്നെപ്പറ്റി പറഞ്ഞതും അതൊക്കെ ഒത്തിരി ഇൻസിഡൻസുകളുണ്ട് പല സ്ഥലത്തും ഒക്കെ ഇൻസിഡൻറ്റ്. പക്ഷേ അന്നേരം ഞാൻ ഓർക്കും, രണ്ടെണ്ണം അങ്ങോട്ട് തിരിച്ചു പറയേണ്ടതല്ല, ഇങ്ങനെയാണോ എന്ന് ചിലപ്പം ഞാൻ ചാച്ചൻ ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയി പറയണ്ടേന്ന്. പക്ഷെ അവിടെയൊക്കെ ആ കൺട്രോൾ ചെയ്ത് കൃത്യമായ ഒരു ജെന്റിൽമാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നത്തിങ് റോങ്, ഒരു ജെന്റിൽമാൻ ആകുന്നതിനൊന്നും കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് എന്ത് തോന്നിവാസവും പറയാം, എന്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിലപ്പോൾ സമൂഹം പോകുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ, എൻ്റെ ശത്രുവാണെന്ന് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല. ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റൊരു വിഷമം ഉണ്ടാവും, ഞാൻ സംശയമൊന്നുമില്ല. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല, അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പേഴ്സണലായിട്ട് പറയുന്നത്, കുടുംബത്തിനെ പറ്റി പറയുന്നത്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും, അവനും അതുപോലെ ഒരില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, എത്രമാത്രം എൻ്റെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരാളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല.